ഇന്നത്തെ വീഡിയോ പുളിമരത്തെക്കുറിച്ചാണ്. ദക്ഷിണേന്ത്യയിലെങ്ങും സാധാരണയായി കാണപ്പെടുന്ന പുളിമരം അഥവാ വാളൻപുളിയുടെ ജന്മദേശം ആഫ്രിക്കയാണ്. ഇതിൻ്റെ പുളിരുചിയുള്ള ഫലം കറികളിൽ പ്രധാന ചേരുവയായി ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ടാമറിൻഡിസ് ഇൻഡിക്കയാണ്. പുളി പോഷക സമൃദ്ധമായ ഒരു ഫലമാണ്. വാളൻപുളിയിൽ തൈമിൻ, റിബോഫ്ലാവിൻ, B2, നിയാസിൻ, B3, വിറ്റാമിൻ സി തുടങ്ങിയ വിറ്റാമിനുകൾ, മാഗ്നീഷ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, അയൺ തുടങ്ങിയ ധാതുക്കൾ, പോളിഫിനോൾസ് തുടങ്ങിയ നിരോക്സിയാരികൾ, നാരുകൾ എന്നീ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ കൊഴുപ്പ് കുറവും മധുരത്തിൻ്റെ അളവ് കൂടുതലുമാണ്. ഒരു ദീർഘകാല ഫലവൃക്ഷം ആണ് വാളൻപുളി. വിത്ത് കിളർപ്പിച്ചോ ഒട്ടിച്ചോ തൈകൾ തയ്യാറാക്കാം. സാധാരണയായി 10 വർഷത്തോളം സമയം തൈകൾ കായ്ക്കാൻ വേണ്ടി വരുന്നു. ബഡ്ഡിംഗ് നടത്തിയുണ്ടാകുന്ന തൈകൾക്ക് ഇതിൻ്റെ പകുതി കാലം മതിയാകും. മൂപ്പെത്താൻ വേനൽക്കാലത്തിനൊടുവിൽ പുഷ്പിക്കുകയും ഫെബ്രുവരി മാസത്തോടെ വിളഞ്ഞ് പഴുക്കുകയും ചെയ്യും. മധുരമുള്ള ഇനം പുളി സ്വീറ്റ് ടാമറിൻഡ് എന്ന പേരിൽ വിപണിയിൽ കിട്ടും. 10 വർഷം കഴിഞ്ഞാൽ ഒരു മരത്തിൽ നിന്ന് 200 മുതൽ 250 കിലോ വരെ വാളൻപുളി പ്രതിവർഷം കിട്ടിയേക്കാം. ടാമറിൻഡ്സ് ഇൻഡിക്ക എന്ന ശാസ്ത്രീയ നാമത്തിലുള്ള ടാമറിൻഡ്സ് എന്ന അറബി ഭാഷയിൽ നിന്നും ഉണ്ടായതാണ്. അറബിയിൽ ടാമർ എന്ന വാക്കിന് ഈന്തപ്പന എന്നാണ് അർത്ഥം. ടാമർ ഇൻഡസ് അഥവാ ഇന്ത്യയിലെ ഈന്തപ്പന എന്ന അർത്ഥത്തിലാണ് വാളൻപുളിക്ക് ഈ പേര് കിട്ടിയത്. പുളിമരം ചൂടും വെയിലുമേറിയ പ്രദേശങ്ങളിൽ വളരുന്നു. വരണ്ട കാലാവസ്ഥയ്ക്കും മിതമായ മഴയ്ക്കും അനുയോജ്യമാണ്. ഇത് സാധാരണയായി ഗ്രാമപ്രദേശങ്ങളിലും വയലുകളുടെ അതിരുകളിലും കാണാം. പുളിമരം വലുപ്പമേറിയ നീണ്ടു നിൽക്കുന്ന മരമാണ്. ഇതിൻ്റെ ഉയരം 12 മുതൽ 20 മീറ്റർ വരെ വളരും. ഇലകൾ ചെറുതും ഇരട്ട ചിറകും ഉള്ളതാണ്. പൂക്കൾ മഞ്ഞ നിറമുള്ളതും ചെറിയതുമാണ്. പുളിമരം വേനൽക്കാലത്തോ മഴക്കാലത്തോ പൂക്കും. പൂക്കൾ ചെറുതും മഞ്ഞ നിറം ഉള്ളതുമാണ്. ഫലം നീണ്ട പായക്കായ രൂപത്തിൽ ഉള്ളതാണ്. പായയുടെ ഉള്ളിൽ പുളിയുള്ള പൾപ്പ് ഉണ്ട്. അതാണ് പുളിയായി ഉപയോഗിക്കുന്നത്. വിത്തുകളിലൂടെയാണ് പുളിമരത്തിൻ്റെ പ്രജനനം സാധാരണയായി നടക്കുന്നത്. വിത്തുകൾ മണ്ണിൽ മുളയ്ക്കാൻ 1 മുതൽ 2 ആഴ്ച വരെ എടുക്കും. മുളച്ചു വളർന്ന് ചെറുവൃക്ഷമാകാൻ ചില വർഷങ്ങൾ വേണം. പുളിമരം ദീർഘായുസ്സ് ഉള്ളതാണ്. ചില മരങ്ങൾ 200 വർഷം വരെ ജീവിക്കുന്നു. ഇതിൻ്റെ ഇലകളും ഫലചേപ്പുകളും ഔഷധമായി ഉപയോഗിക്കുന്നു. കരുത്തുള്ളതും ഫർണിച്ചറിനും കെട്ടിട നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു. വലിയ നിഴൽ നൽകുന്ന മരമാണ് പുളിമരം. പരിസ്ഥിതിക്ക് തണലും ഓക്സിജനും നൽകുന്നു. മണ്ണിനെ സംരക്ഷിക്കുന്നു. മനുഷ്യരുടെ ഭക്ഷണത്തിലും ഔഷധത്തിലും പ്രധാന പങ്ക് വഹിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.